ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS പാരാമെഡിക്കൽ ഡിപ്ലോമ അഡ്മിഷൻ 2025 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ LBScenter.in എന്ന വെബ്സൈറ്റാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ തുടർന്നുള്ള ഓരോ അപ്ഡേറ്റ്സിനായിട്ടും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. സർക്കാർ ശാസ്ത്രീയ സ്ഥാപനങ്ങളിലെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാർമസി, ഹെൽത്ത് ഇൻസ്പെക്ടർ, പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അപേക്ഷ ഓൺലൈനായി 14/7/2025 മുതൽ 12/8/2025 വരെ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗത്തിന് 600 രൂപയാണ്, SC/ST വിഭാഗത്തിന് 300 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ട് അടയ്ക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയിട്ട് നിങ്ങൾക്ക് ചെലാൻ രൂപേണ അടയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് പ്രസ് റിലീസ്, അതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഫോർ ആപ്ലിക്കേഷൻസ് ആൻഡ് സർട്ടിഫിക്കറ്റ് ടു സബ്മിറ്റഡ്, നോട്ടിഫിക്കേഷൻ, പ്രോസ്പെക്ടസ് ഇങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോസ്പെക്ടസ് നിങ്ങൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ റിസർവേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പ്രോസ്പെക്ടസ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ കരുതി വെക്കേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യാം. അപ്പം പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുമ്പോൾ 16 കോഴ്സുകളാണ് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെ കോഴ്സുകളാണ് നമുക്ക് നോക്കാം. ഡിപ്ലോമ ഇൻ ഫാർമസി, ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ഡിപ്ലോമ റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി, ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഒഫ്താൽമിക് അസിസ്റ്റൻസ്, ഡിപ്ലോമ ഇൻ ഡെന്റൽ മെക്കാനിക്സ്, ഡിപ്ലോമ ഇൻ ഡെന്റൽ ഹൈജീനിസ്റ്റ്, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ എൻഡോസ്കോപ്പിക് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഡെന്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻസ്, ഡിപ്ലോമ ഇൻ റെസ്പിറേറ്ററി ടെക്നോളജി, ഡിപ്ലോമ ഇൻ സെൻട്രൽ സ്റ്റെർലൈൻ സപ്ലൈ ടെക്നോളജി കോഴ്സസ്. ഇതിൽ ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി ഒഴികെ ബാക്കി എല്ലാ കോഴ്സുകളും 2 വർഷമാണ് വരുന്നത്. ആ ഒരു കോഴ്സ് മാത്രം 3 വർഷമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ ഓരോ കോഴ്സുകളുടെയും ഡ്യൂറേഷനും അതുപോലെ തന്നെ ഡീറ്റെയിൽസും ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളത് ഏത് കോഴ്സാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. ഇനി ഇതിൻ്റെ സീറ്റ് കാറ്റഗറൈസേഷൻ നോക്കാം. ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്റ്റേറ്റ് മെറിറ്റ് വരുന്നത് 50%. പിന്നെ ഫോർവേഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് EWS കാറ്റഗറിക്ക് 10% സീറ്റ് ഉണ്ട്. അതുപോലെ SCBCക്ക് 30%. അത് ഏതൊക്കെ കാറ്റഗറിക്ക് എത്ര പെർസെൻറ്റേജ് വെച്ചിട്ടാണെന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ SC/ST വിഭാഗത്തിന് 10%. ഇങ്ങനെയാണ് വരുന്നത്. ഇനിയും സ്റ്റേറ്റ് മെറിറ്റ് ഇൻ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകൾക്ക് സ്റ്റേറ്റ് മെറിറ്റ് 60% സീറ്റ് വരുന്നുണ്ട്. പിന്നെ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസിന് 30% വരുന്നുണ്ട്. മീൻസ് SCBCക്ക് 30% വരുന്നുണ്ട്. അതുപോലെ SC/ST വിഭാഗത്തിന് 10%മാണ് വരുന്നത്. ഓക്കെ. പിന്നെ 21ാമത്തെ പേജിൽ ഓരോ കോഴ്സുകളുടെയും അക്കാഡമിക് എലിജിബിലിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങളിപ്പം ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്തല്ല ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അത് നമ്മൾ റാങ്ക് ലിസ്റ്റ് എല്ലാം വന്നതിന് ശേഷം, പ്രൊഫഷണൽ ആൻഡ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് എല്ലാം വന്നതിന് ശേഷമാണ് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ 2 രീതിയിലാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. DPharm കോഴ്സുകൾക്ക് ഒരു റാങ്ക് ലിസ്റ്റും, അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് മറ്റൊരു റാങ്ക് ലിസ്റ്റും അങ്ങനെയായിരിക്കും വരുന്നത്. അതിനുശേഷം പിന്നെ അലോട്ട്മെൻറ്റ്സ് ആണ്. മെയിനായിട്ട് 3 അലോട്ട്മെൻറ്റ്സ് വരും. അതിനുശേഷം പിന്നെ സീറ്റ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ്സ് ഒക്കെ വരും. അപ്പോൾ അതൊക്കെ ഓരോരോ ടൈമിൽ അതാത് ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്നുള്ള ലൈവ് ഡെമോഡ് വീഡിയോ നമ്മൾ ചെയ്യാം. അപ്പോൾ എല്ലാവരും പ്രോസ്പെക്ടസ് ആദ്യം വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്